നിങ്ങൾക്ക് വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കാരണം പ്രശ്നമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സിറ്റിയിൽ ആരംഭിച്ചിരിക്കുകയാണ് മിസ്റ്റർ കൂളിന്റെ 1&1 പെറ്റ് ട്രീറ്റ്. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് വേഗം വരൂ. ടിവിയിൽ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കൂ. മിസ്റ്റർ കൂളിന്റെ ഈ സ്ഥാപനം ഒരുപാട് ലക്ഷറിയസ് ആയിട്ട് ഉള്ളതാണ്, ലേറ്റസ്റ്റ് ഫെസിലിറ്റിയോടൊപ്പം. പറയൂ കുട്ടികളെ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നാൽ നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒരു കറക്കം കറങ്ങും, നാട്യമാടും, പാട്ടുപാടും, പിന്നെ നന്നായി ആഹാരം കഴിക്കും. വേറെന്താ സംശയമുണ്ടോ? വെൽക്കം മാഡം, വെൽക്കം. നിങ്ങളുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എന്റെ കുട്ടികളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആട്ടെ, നിങ്ങളുടെ കുട്ടികൾ എവിടെ? മിസ് കാട്ട്കാർ, കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായയോ കൂൾ ഡ്രിങ്ക്സോ? നിങ്ങൾ ചായ എടുക്കുന്നത് വരെ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ആ? മിസ്റ്റർ കൂൾ, ആട്ടെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ആഡിൽ അത് കാണിച്ചിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട് കുട്ടികളെ, തീർച്ചയായും. പക്ഷെ അതിനകത്ത് വെള്ളം ഉണ്ടാവില്ലേ? നിറഞ്ഞു കിടക്കുകയാണ്. പേടിക്കണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ജിമ്മുണ്ടോ? തീർച്ചയായും ഉണ്ട്. ജിം ഇവിടെ ഉണ്ട്. കണ്ടോ, തോത്തോറാമിനെക്കാളും നല്ല ബോഡി ഞാൻ ഉണ്ടാക്കിയെടുക്കും. തീർച്ചയായും ഉണ്ടാക്കിയെടുക്കാം. ദേ അങ്ങോട്ട് നോക്കിയേ. ഇവരാദ്യം ഇവിടെ വന്നവരായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അവരെങ്ങനെയാണ് തിരിച്ചു പോയതെന്ന് നിങ്ങൾ തന്നെ കണ്ടില്ലേ? അല്ല, ഞങ്ങളുടെ ഫോട്ടോ ഇവിടെ ഇതുപോലെ എങ്ങനെ വെക്കല്ലോ അല്ലേ? പിന്നെ തീർച്ചയായും വരും, സംശയം വേണ്ട. ആഹാ, ശരി കുട്ടികളെ, നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂൾ ഗൈന്റെ ഈ സ്ഥാപനം നന്നായിട്ടുണ്ട് മാഡം. അല്ലേ ബണ്ണി? ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ പോവാണ്. ദിവസങ്ങൾ എന്തിനാ, ഞാനിവിടെ മാസക്കണക്കിന് താമസിക്കാൻ പോവുകയാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആഹാ, മിസ്റ്റർ കൂൾ, ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ ഫീസ്. ഇതിന് ഫീസ് എന്ന് പറയരുത്. ഇത് അനാഥാലയങ്ങൾക്കുള്ള ഞങ്ങളുടെ സംഭാവനയായിട്ട് കരുതിയാ മതി. ഓ, ആഹാ, അങ്ങ് വളരെ നല്ലൊരു വ്യക്തിയാണ്. ശരി കുട്ടികളെ, ഞാൻ പോവാണേ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് നോക്കണം. ഓക്കേ, ബൈ. ബൈ മാഡം. ഇത് കഴിക്കാനുള്ളതല്ല, കാണിക്കാനുള്ള മധുരമാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാൻ ഇത് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. വേഗം വാ, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാം. സ്വിമ്മിംഗ് പൂളിൽ നിറയെ വെള്ളമുണ്ടെന്ന് പറഞ്ഞ അവൻ അവസാനം നമ്മളെ കുഴിയിലേക്കാണ് തള്ളിയത്. സംശയമുണ്ടോ? എന്താ ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കിയേ, എന്നിട്ട് പറയൂ. ഇതൊന്നും ആഡിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ആടിലുണ്ടായിരുന്നെങ്കിൽ ആ കാട്ട്കാർ എന്ന് പറയുന്ന മണ്ടി നിങ്ങൾ എവിടേക്ക് കൊണ്ടുവരുമായിരുന്നോ? പിന്നെ ഞാൻ എങ്ങനെയാ കാശുണ്ടാക്കുക? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിന്റെ അർത്ഥം ഞങ്ങളെ മണ്ടന്മാരാക്കുകയായിരുന്നല്ലേ? ആടിലുള്ള ഒന്നും തന്നെ ഇവിടെയില്ല. ഇവിടെ ജിമ്മുമില്ല, ഒന്നുമില്ല. ഓ, അപ്പൊ ബണ്ണിയെ കൊണ്ട് തോത്താറാമിനെ പോലെ ആവാൻ കഴിയില്ല അല്ലേ? അതുപോലെ ഇവിടെ സ്വിമ്മിംഗ് പൂളുമില്ല. അപ്പൊ പോപ്പട്ടിനെ കുളിക്കാനും കഴിയില്ലേ? സ്വിമ്മിംഗ് പൂളിലെ കുളിക്കുള്ളൂ പറഞ്ഞ് അവൻ ഇന്നലെ മുതൽ കുളിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വിശ്രമം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. എപ്പോഴും ജോലി, ജോലി മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങിക്കോളൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കണമെന്നാണോ? വെരി ഗുഡ്. നീ എന്തായാലും വളരെ ഇന്റലിജന്റ് ആണല്ലോ. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി. ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മളെ തന്നെ പണിയെടുപ്പിക്കാൻ നോക്കുകയാണ്. ഇതൊന്നും ഞങ്ങളെടുത്ത് നടക്കില്ല. സംശയമുണ്ടോ? നിങ്ങളെ പണിയെടുപ്പിക്കാനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്.
ഇത് മിസ്റ്റർ ബുള്ളിന്റെ ഡോഗ്സ് ആണ്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Cholma, The Crazy Chase. Brand new game. Download now only on Google Play Store. അത് ബുൾഡോഗ് അല്ലേ? എനിക്കിപ്പോൾ ചില കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ്. നിങ്ങൾ ഇവരെ നന്നായിട്ടൊന്ന് നോക്കിക്കോണം കേട്ടോ, മറക്കരുത്. ഞങ്ങൾ എന്തായാലും ഇവിടെ പണിയെടുക്കാനൊന്നും പോകുന്നില്ല, മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഈ ബുൾഡോഗ്സിന് മനസ്സിലായോ എന്തോ? ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തുപോയി ഇൻസ്പെക്ടർ പാണ്ഡയോട് കാര്യങ്ങളെല്ലാം പറയണം. ഇൻസ്പെക്ടർ പാണ്ഡ റിപ്പോർട്ടിംഗ് സർ. ഞാൻ വിചാരിച്ചത് സാറിന്റെ വോയിസ് ആണെന്നാണ്. നിങ്ങൾ ഇവിടെ എന്തെടുക്കാണ്? മിസ്റ്റർ കൂൾ ഗൈ എല്ലാരെയും പറ്റിക്കുകയാണ്, എല്ലാരെയും കബളിപ്പിച്ച് ഒരുപാട് കാശ് തട്ടിയെടുക്കുന്നു. ഈഷ്, പാണ്ഡയുടെ ഏരിയയിൽ കയറി കബളിപ്പിക്കുന്നു. ഇത് സത്യമാണെങ്കിൽ മിസ്റ്റർ കൂൾ ഗൈയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈഷ്, വേഗം പോ. എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? അപ്പൊ താനാണോ ഈ കൂൾ ഗൈ? മിസ്റ്റർ കൂൾ എന്ന് വെച്ചാൽ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാല്ലേ? എന്തായാലും ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. ഈഷ്, ക്രിമിനൽസിന്റെ പുറകെ ഓടി ഓടി ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. കുറച്ചു സമയം കൊണ്ട് അത് ശരിയാക്കി എടുക്കണം. മിസ്റ്റർ പാണ്ഡ, ഇയാൾ പറയുന്നത് അങ്ങ് ഒരിക്കലും വിശ്വസിക്കരുത്. ഇവിടെയുള്ള ഈ സീറ്റ്സ് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഷോക്ക് വേണ്ടി വെച്ചിരിക്കുക. ഇത് കടിച്ച് എന്റെ ഒരു പല്ല് തന്നെ പോയി കിട്ടി. എന്താ ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാർ ഇതൊന്നെടുത്ത് കഴിച്ചു നോക്കിയേ, എന്നിട്ട് പറയൂ. ഇതെന്തായാലും നല്ല രുചിയുള്ളത് തന്നെയാ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഒരു നല്ല മനുഷ്യനെ കുറ്റം പറയുന്നത്? ഞങ്ങൾ കള്ളം പറയുകയല്ല. അങ്ങേക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ ബട്ടൺ ഒന്ന് അമർത്തി നോക്കിയേ, അപ്പോ അങ്ങേക്ക് എല്ലാം മനസ്സിലാവും. എന്റെ കുട്ടി, ഈ റിമോട്ട് കുറച്ച് നാളായിട്ട് കേടാണ്. ഇതിന്റെ ബാറ്ററി തീർന്നുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. ഇനി നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതാ പോപ്പട്ട്, ഈ റിമോട്ട് പിടിച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതാ പിടിച്ചോളൂ മിസ്റ്റർ കൂൾ ഗൈ, അങ്ങയുടെ റിമോട്ട്. പേടിക്കണ്ട, ഞാൻ ബാറ്ററി മാത്രമേ മാറുകയുള്ളൂ. നിങ്ങൾ തന്നെ ഓൺ ചെയ്ത് നോക്കിക്കോളൂ. ഇൻസ്പെക്ടർ പാണ്ഡ, ആ ബട്ടൺ അമർത്തിക്കൊള്ളൂ. കൊച്ചളിയാ, AC മാത്രമേ ഓടാനുള്ളൂ. എന്റെ അമ്മച്ചി, ഇതെങ്ങനെയാ സംഭവിച്ചത്? നോക്കൂ, ഇപ്പോൾ നിങ്ങൾ പറയുന്നു റിമോട്ടിനാണ് പ്രശ്നമെന്ന്. ശരിയാണ്, ഈ റിമോട്ടിന് പ്രശ്നം തന്നെയാണ്. റിമോട്ടിനല്ല പ്രശ്നം, നിങ്ങളുടെ തലയ്ക്കാണ്. കൂടെ എന്റെ സമയം നിങ്ങൾ പാഴാക്കിയിരിക്കുന്നു. ഞാൻ ഈ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. മിസ്റ്റർ കൂൾ, തന്റെ തനിനിറം ഞങ്ങൾ തീർച്ചയായിട്ടും വെളിപ്പെടുത്തും. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണമല്ലോ. എല്ലാവരെയും പിടിക്കാൻ. പോപ്പട്ട്, വീഡിയോ എടുക്ക്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഇത് എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് മാത്രമാണ് പിടികിട്ടാത്തത്. എടാ പോപ്പട്ടെ, ക്യാമറ എന്താടാ പേഷ്യന്റ് ആണോ? നീ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാനായിട്ട്
ആ സംഭവം ഓക്കേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? പോപ്പറ്റ് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കേ. മിസ്റ്റർ ബുള്ളിന്റെ യഥാർത്ഥ രൂപം കിട്ടും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ആക്ഷൻ. എന്റെ കുട്ട, നീ എത്ര നല്ലവനാണ്. നിന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ എത്ര രസമാണ്. മിസ്റ്റർ ബുള്ളിന് കാര്യങ്ങൾ പിടികിട്ടിയെന്നാ തോന്നുന്നേ. എടാ പെട്ടെന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കേ. ഓക്കേ ആക്ഷൻ. ആ ക്യാമറ ഇങ്ങോട്ട് തരൂ കുട്ടി, തരൂന്നേ. ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാം. തരൂ എന്റെ കുട്ടി, തരൂന്നേ. ഈ വീഡിയോ കണ്ടാൽ അറിയാം മിസ്റ്റർ ബുൾ എത്ര അപകടകാരിയാണെന്ന്. എടാ ഹണിക്കുട്ട, നിന്റെ കയ്യിൽ എങ്ങനെയാടാ മൊബൈൽ വന്നത്? അത് ഇവിടെ ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫോൺ ആരുടേതാ? എന്റെ മൊബൈൽ ഞാനിവിടെ മറന്നു വെച്ചു. അതാരെങ്കിലും കണ്ടായിരുന്നോ? തരൂ കുട്ടികളെ, മിസ്റ്റർ പാണ്ഡെയുടെ മൊബൈൽ ഞാനത് അദ്ദേഹത്തിന് കൊടുത്തോളാം. ആ പണി ഞങ്ങൾക്കും ചെയ്യാൻ അറിയാമല്ലോ. ഇൻസ്പെക്ടർ പാണ്ട, ഹണി മിസ്റ്റർ കൂളിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാം. ഈഷ്, മിസ്റ്റർ കൂൾ, എത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ പാണ്ഡയെ ഫൂളാക്കും. നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ടല്ലോ. അതിന് പകരമായിട്ട് ഇൻസ്പെക്ടർ പാണ്ഡെ നിങ്ങൾക്ക് നന്നായിട്ട് തരും. ഇതാണ് മിസ്റ്റർ കൂൾ ഗായ്. തന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് കാണിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുകയായിരുന്നു. പണിയെടുത്ത വീഡിയോ കാരണം ഇദ്ദേഹത്തിന്റെ സ്വയരൂപം മനസ്സിലായി. ഇത് കാരണം മിസ്റ്റർ കൂൾ ഇന്ന് ജയിലിനകത്തായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്നും എവിടേക്കും അയക്കാൻ പോകുന്നില്ല. ഇനി എപ്പോഴും നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാകണം.